നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടോടും അഭിരുചിയോടും സ്വഭാവ ഗുണത്തോടും രൂപഭംഗിയോടും കൂടിയ ആൾക്കാരെ കാണുവാൻ കഴിയും. ചിലർ വളരെ സുന്ദരന്മാരോ സുന്ദരിമാരോ ആയിരിക്കും. ചിലർ നല്ല മുഖസൗന്ദര്യം ഉള്ളവരായിരിക്കും. നല്ല ഭംഗിയുള്ളതും ആകർഷകവുമായ മുഖത്തോടു കൂടിയ ഇവരിൽ എല്ലാവർക്കും ശരീര സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല. ചിലർക്കാണെങ്കിൽ മുഖത്തിന് അത്രയധികം സൗന്ദര്യമൊന്നും ഇല്ല എങ്കിൽ കൂടി നല്ല ശരീര സൗന്ദര്യത്തോടു കൂടിയവരായിരിക്കും. നല്ല വടിവത്ത ശരീരഭംഗിയോടുകൂടിയവരായിരിക്കും ഇവർ ഡ്രസ് ചെയ്ത് പോകുന്നത് കാണുവാൻ തന്നെ പ്രത്യേകമായൊരു അഴകായിരിക്കും. ചിലരുടെ മുഖത്ത് വളരെയധികം ആകർഷകത്വം നിഴലിക്കുന്നതായി കാണാം. ചിലർ എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടിയവരാണെങ്കിൽ മറ്റു ചിലർ എപ്പോഴും ഗൗരവത്തോടു കൂടിയ മുഖത്തോടു കൂടിയവരായിരിക്കും. ചിലർ കറുത്ത വർണ്ണത്തോടു കൂടിയവരാണെങ്കിലും അവരെ കാണുവാൻ നല്ല അഴകായിരിക്കും. ഉയരത്തിൻ്റെ കാര്യത്തിലും വണ്ണത്തിൻ്റെ കാര്യത്തിലും എല്ലാവരും വ്യത്യസ്തരാണ്. ചിലർ മിക്ക കാര്യങ്ങളും വളരെ പോസിറ്റീവായി കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ മറ്റു ചിലർ ഏത് കാര്യത്തിൻ്റെയും നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. ചിലർക്ക് എരിവ് കൂടുതൽ പ്രിയകരമാണെങ്കിൽ മറ്റു ചിലർ മധുരപ്രിയരായിരിക്കും. ചിലർ വാചാലരായി സംസാരിക്കുമ്പോൾ മറ്റു ചിലർ മിതഭാഷികളായിരിക്കും. ചിലർ ഈശ്വരവിശ്വാസികളാകുമ്പോൾ മറ്റു ചിലർ നിരീശ്വരവാദികളായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപവും സ്വഭാവ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് നമ്മളിൽ ഓരോരുത്തരും. ഇതിനൊക്കെ കാരണം നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതികളും മറ്റുമാണ്. നമ്മുടെ ശരീരപ്രകൃതിയെയും നിറത്തെയും മറ്റും ചിന്തിക്കുന്നത് ലഗ്നരാശി കൊണ്ടാണ്. ലഗ്നരാശിയുടെയും ലഗ്നാധിപൻ്റെയും ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും ലഗ്നത്തിലേക്ക് നോക്കുന്ന ഗ്രഹത്തിൻ്റെയും സ്വാധീനമനുസരിച്ച് പലരും വ്യത്യസ്തരായിത്തീരുന്നു. ശരീര സൗഷ്ഠവവും മറ്റും ലഗ്നത്തെ കൊണ്ടാണ് നോക്കുന്നതെങ്കിലും നമ്മുടെ മുഖസൗന്ദര്യത്തിലും സംസാര രീതിയിലും രണ്ടാം ഭാവത്തിൻ്റെ സ്വാധീനം ഗണ്യമായി കാണാം. ജാതകത്തിൽ രണ്ടാം ഭാവത്തിൻ്റെയും അതിൻ്റെ അധിപഗ്രഹത്തിൻ്റെയും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹത്തിൻ്റെയും സ്വാധീനം മുഖശോഭയിൽ നിഴലിച്ച് നിൽക്കുന്നതായി കാണാൻ കഴിയും. ഇതുമാത്രമല്ല, നമ്മൾ ജനിച്ച സമയത്തെ ചന്ദ്രൻ്റെ പക്ഷബലവും മുഖശോഭയ്ക്ക് ഒരു പ്രധാന ഘടകമായി മാറുന്നു. പൗർണമി ദിവസം അഥവാ വെളുത്തവാവ് ദിവസമോ അതിന് തൊട്ട് മുമ്പുള്ള ദിവസമോ പിമ്പുള്ള ദിവസമോ ജനിച്ചവരുടെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ സദാ ചിരിതൂകുന്നതും വട്ട മുഖവുമായിരിക്കും. ഇത് പല ജാതകങ്ങളിൽ നിന്നും നിരീക്ഷിച്ചറിഞ്ഞ സത്യമാണ്. ലഗ്നത്തിനും രണ്ടാം ഭാവത്തിനും പാപയോഗമോ പാപദൃഷ്ടിയോ ഇല്ലാതിരിക്കുകയും വേണം. പ്രേക്ഷകർക്കും ഈ കാര്യം നിരീക്ഷിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത്രയധികം സ്വാധീനം ഗ്രഹങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണിത്. ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് കടലിലെ തിരമാലകൾക്ക് വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മേൽ ചെലുത്തുന്ന സ്വാധീനത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിത്യേന ചന്ദ്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശി മുതൽ 3 രാശികൾ കഴിയുന്നതുവരെ, അതായത് ഏകദേശം 6 മണിക്കൂർ വേലിയേറ്റവും പിന്നീട് 3 രാശി കഴിയുന്നതുവരെ വേലിയിറക്കവും പിന്നീട് 3 രാശി കഴിയുന്നവരെ വേലിയേറ്റവും പിന്നീട് 3 രാശി കഴിയുന്നവരെ വേലിയിറക്കവുമായി നിത്യേന സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗ്രഹങ്ങൾക്ക് ഭൂമിയിലുള്ള സ്വാധീന ശക്തി ഇതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഭൂമിയിൽ അധിവസിക്കുന്ന ജീവജാലങ്ങൾക്കും ഈ സ്വാധീന ശക്തി അനുഭവപ്പെടും എന്നുള്ളത് സ്പഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ലഗ്നരാശിയിൽ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ സ്വാധീനവും. ലഗ്നരാശിയിൽ
ഇഷ്ടഭാവാധിപത്യത്തോടു കൂടിയ വ്യാഴം മുതലായ ശുഭഗ്രഹങ്ങൾ പാപവീക്ഷണമോ പാപയോഗമോ കൂടാതെ നിന്നാലും അവർ സുമുഖന്മാരായിരിക്കും. ജാതകത്തിലെ 9 ഗ്രഹങ്ങളിൽ ചിലർ ശുഭന്മാരും ചിലർ പാപന്മാരുമാകയാൽ ഇവരുടെ ശുഭപാപത്വവും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കാറുണ്ട്. വ്യാഴം, ശുക്രൻ, പാപയോഗമില്ലാത്ത ബുധൻ, പക്ഷബലമുള്ള ചന്ദ്രൻ എന്നിവർ ശുഭന്മാരാണ്. സൂര്യൻ, ചൊവ്വ, ശനി, രാഹു, കേതു എന്നിവരും ഈ 5 പാപന്മാരുമായി യോഗം ചെയ്യുന്ന അഥവാ ഇവരുടെ കൂടെ നിൽക്കുന്ന ബുധനും പക്ഷബലമില്ലാത്ത ചന്ദ്രനും പാപന്മാരാണ്. പക്ഷബലം എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറയാം. വെളുത്ത പക്ഷത്തിൽ പ്രഥമ തിഥി മുതൽ, അതായത് കർത്താവ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ 10 ദിവസം, അതായത് ദശമി തിഥി വരെ ചന്ദ്രന് മധ്യബലമാണ്. ബലം തീരെയില്ലാത്ത പ്രഥമ തിഥി മുതൽ ക്രമേണ ബലം കൂടിക്കൂടി വരുന്നു. വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥി മുതൽ വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥി വരെ ചന്ദ്രന് പൂർണ്ണ ബലമാണ്. കറുത്തപക്ഷത്തിലെ ഷഷ്ടി തിഥി മുതൽ കറുത്തവാവ് കഴിയുന്നതുവരെ ചന്ദ്രൻ ബലഹീനനാണ്. മേൽ പറഞ്ഞവയെ കൂടാതെ നമ്മുടെ നക്ഷത്രഗണവും ഇക്കാര്യങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ആകെയുള്ള 27 നക്ഷത്രങ്ങളെ ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ഓരോ ഗണത്തിലും 9 നക്ഷത്രങ്ങൾ വീതം വരുന്നു. ഇവയിൽ അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നീ 9 നക്ഷത്രങ്ങൾ ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ദൈവിക കാര്യങ്ങളായ ദേവപ്രതിഷ്ഠ, കലശം, അഷ്ടബന്ധ കലശം മുതലായവ നടത്തുന്നതിനാൽ ഇവയെ ദൈവിക നക്ഷത്രങ്ങളെന്നും പറയുന്നു. ഈ 9 നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ പൊതുവെ സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കും. സൗന്ദര്യമെന്ന് പറയുന്നത് മുഖസൗന്ദര്യവും ശരീര സൗന്ദര്യവുമാകാം. ഏത് രീതിയിലാണെങ്കിലും പ്രത്യേക ആകർഷകത്തോടു കൂടിയ മുഖമോ ശരീരമോ ആയിരിക്കും ഇവരുടേത്. ലഗ്നഭാവത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഉയരവും വണ്ണവും നിറവും വ്യത്യസ്തങ്ങളായിരിക്കാം. ഇവർ സ്വാത്വിക സ്വഭാവത്തോടു കൂടിയവരായിരിക്കും. ഈശ്വരവിശ്വാസികളും ദാനശീലരുമായിരിക്കും ഇവർ. അതുപോലെ തന്നെ ധാർമ്മികരുമായിരിക്കും. ബുദ്ധിമാന്മാരും സ്വഭാവശുദ്ധിയോടു കൂടിയവരുമായിരിക്കും ഇവർ. ലഘുഭക്ഷണത്തിൽ തൃപ്തരായിരിക്കും. വലിയ ജ്ഞാനികളുമായിരിക്കും. ഇതൊക്കെയാണ് ദൈവഗണത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേൽപ്പറഞ്ഞ ദേവഗണ നക്ഷത്രഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. മനുഷ്യഗണം, അസുരഗണം എന്നിവയിൽ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇങ്ങനെ ഒരാളുടെ ശരീരവും മുഖവും സംസാരവും സാമ്പത്തിക നിലയും ബന്ധുബലവും കുടുംബവും ധൈര്യവും ശൗര്യവും ഉന്മേഷവും സഹോദരി സഹോദരന്മാരും സ്വഭാവശുദ്ധിയും മാതൃഗുണവും സ്ഥാവരജംഗമ വസ്തുക്കളും സ്വഗൃഹവും വാഹനങ്ങളും മാനസിക നിലയും മുജ്ജന്മ സുഹൃതവും സന്താനങ്ങളും മന്ത്രസിദ്ധിയും രോഗദുരിതങ്ങളും ശത്രുക്കളും തൊഴിലും കേസുകളും വഴക്കുകളും ഭാര്യാഭർത്തൃ ഗുണദോഷങ്ങളും ആയുസ്സും അലച്ചിലും ഭാഗ്യവും ഈശ്വരാധീനവും പിതൃഗുണവും കർമ്മരംഗവും കീർത്തിയും ജീവിത വിജയവും നേട്ടങ്ങളും ചിലവുകളും ഉറക്കവും യാത്രകളും എന്നുവേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ജാതകത്തിലെ 12 ഭാവങ്ങളും അതിൻ്റെ അധിപഗ്രഹങ്ങളും ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും അവരുടെ ബലാബലങ്ങളും ശുഭപാപത്വവും ഇഷ്ടാനിഷ്ട ഭാവങ്ങളിലെ സ്ഥിതിയും അവരുമായി യോഗം ചെയ്യുന്നതും ദൃഷ്ടി ചെയ്യുന്നതുമായ ഗ്രഹങ്ങളുടെ വിശേഷതകളും അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിത്തീരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും
എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ.